എന്തിനെതിർക്കണം? താങ്കൾക്ക് തന്നെ ഒരു തീവ്ര ഹിന്ദു എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അല്ലെ? പല വിഷയങ്ങളിലും താങ്കളുടെ ഇടപെടൽ. താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്ന ആറന്മുളയിൽ വലിയ വിഭാഗം ക്രൈസ്തവ ജനവിഭാഗം ഉള്ളതാണ്. അവർക്ക് ആ പഴയ എതിർപ്പ് താങ്കളോടുള്ളതായി തോന്നുന്നു? എന്നോട് ഒരു എതിർപ്പ് അവർക്കില്ല. ഞാനൊരു ഹിന്ദു തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഒരാളല്ല. ഞാൻ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണുകയും എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നേ വരെ എൻ്റെ പേരിൽ ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശം ഉണ്ടായിട്ടൊരു കേസ് പോലും ഇല്ലല്ലോ. എന്നെ വർഗീയവാദികളെന്ന് CPM പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വർഗീയ കലാപം ഇവിടെ നടന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസ് എൻ്റെ പേർക്കുണ്ടോ? ശിക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെ കുറിച്ച് പരാമർശമുണ്ട്. അതേസമയം CPM-നെ കുറിച്ച് പരാമർശമുണ്ട്, കോൺഗ്രസിനെ കുറിച്ചുണ്ട്, മുസ്ലിം ലീഗിനെ കുറിച്ചുണ്ട് പരാമർശമുണ്ട്. അതേസമയം എവിടെയെങ്കിലും ഈ പറയുന്ന മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥലത്ത് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അവിടെ പോയി ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് പ്രശ്നം സംസാരിച്ച് തീർത്ത ഒരാളാണ് ഞാൻ. ഏത് വിഷയത്തിൽ? താങ്കൾ മാറാട് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലും മാറാട് വിഷയമായിരുന്നാലും, നിലയ്ക്കൽ വിഷയമായിരുന്നാലും, പൂന്തറ വിഷയമായിരുന്നാലും, ഏത് വിഷയം എടുത്ത് നോക്കിക്കോളൂ. അവിടെ ഒന്നും എൻ്റെ പേരിലൊരു കേസുമില്ല, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിലാണ്. ആ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയാണ്. ഇപ്പൊ എനിക്കെതിരെ വർഗീയവാദം വാദിയാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും CPM-കാരും മുസ്ലിം ലീഗുകാരും എല്ലാവരും അതിൽ കുറ്റവാളികളാണ്. അവരൊക്കെ അത് തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ ആരാണ് വർഗീയത? പക്ഷെ താങ്കളുടെ ആ ഇമേജ് താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ? ഇപ്പോൾ വട്ടിയൂർക്കാവിൽ താങ്കൾ K മുരളീധരനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു, തോന്നലുണ്ടാക്കിയതാണ്. പക്ഷേ അവസാനം ന്യൂനപക്ഷ വോട്ടുകളാണ് താങ്കളുടെ വിധി നിർണ്ണയിച്ചത്. താങ്കൾ 1000-ൽ പരം വോട്ടുകൾക്കാണല്ലോ അവസാന റൗണ്ടിൽ തോറ്റത്. അപ്പോൾ ആ ഒരു പ്രതിച്ഛായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തോന്നുന്നു. ഒരു വിശ്വാസം, എനിക്ക് അവരെല്ലാം വിശ്വാസമാണ്. എനിക്ക് ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിം സഹോദരങ്ങളെയും വലിയ വിശ്വാസമാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പക്ഷേ ഇവിടുത്തെ CPM കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, കുറെ മീഡിയ ശ്രമിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അത് എന്നിൽ വിശ്വാസം. ഞാനിവിടെ എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുകയും അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ ഒരു മതവിദ്വേഷിയാണെന്ന് ഒരിക്കലും ആരും പറയില്ല. കാരണം 97% ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന മിസോറാമിൽ ഗവർണറായിരുന്നയാണ്. എന്നെ അവർ യാത്രയാക്കി അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരും സംഘടനയുടെ നേതാക്കന്മാരും എല്ലാവരും എയറോഡ്രോമിൽ വന്ന് അവർ കെട്ടിപ്പിടിച്ചെന്ന് യാത്രയാക്കി. പക്ഷെ ചെന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതാണ് കേരളത്തിലെ കേരളത്തിലെ മീഡിയയുടെ പങ്കുണ്ട്, CPM-ന്റെ പങ്കുണ്ട്, കോൺഗ്രസിന്റെ പങ്കുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു ചിത്രം അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അവർക്ക് അതെല്ലാം ബോധ്യപ്പെട്ടു, അതിലൊന്നും യാതൊരു വാസ്തവമില്ല.